ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവോണമാണ്. എനിക്കറിയാം, ഓണം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കാണ് ഇത്തവണ ഓണം ആഘോഷിക്കാൻ പോയത്. എറണാകുളത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ വയനാട് നല്ല അടിപൊളി തണുപ്പ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് പോയതാണ്. പിറ്റേ ദിവസം വെളുപ്പിന് നമ്മൾ 2:30 മണിയായപ്പോഴേക്കുമാണ് നമ്മൾ വയനാട് നമ്മുടെ വീട്ടിലെത്തിയത്. ഏകദേശം 12 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ എല്ലാവർക്കും അത്യാവശ്യം കോൾഡും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അടഞ്ഞ ശബ്ദമാണ് എനിക്കിപ്പോൾ ഉള്ളത്. 2 ദിവസം മുന്നേ എനിക്ക് ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റായത്. അങ്ങനെ ചെന്ന് ഞങ്ങളിത് രാവിലെ എഴുന്നേറ്റു. നല്ല തണുപ്പാണ് കേട്ടോ ക്ലൈമറ്റ്. ഇതൊരു 7 മണിക്കുള്ളതാണ് ഇങ്ങനെ. പക്ഷെ എന്നിരുന്നാലും ഒരു 6:30-ക്കൊക്കെ എഴുന്നേൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തണുപ്പാണ്. നമ്മളിവിടെ എറണാകുളത്ത് ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. പക്ഷെ വയനാട് അത്യാവശ്യം ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഒരു തണുത്ത ക്ലൈമറ്റായിരുന്നു, കംപ്ലീറ്റ്ലി ഒരു തണുത്ത ക്ലൈമറ്റായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എല്ലാവർക്കും ശരിയായില്ല. എന്നാലും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒന്ന് നമുക്ക് തിരുവോണമാണല്ലോ, നമ്മളിത് ആഘോഷിക്കാനാണല്ലോ ഇവിടെ വന്നേക്കണം. അപ്പോൾ ഞങ്ങളിതേ കാട്ടിലൊക്കെ കയറി ഓരോ പൂക്കളൊക്കെ ഇട്ട് പറിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടക്കാണ് എൻ്റെ കാലിലൊരാൾ കയറി. എനിക്ക് വന്ന സമയത്ത് അട്ടേനെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അട്ടേന്ന് എഴുതി കാണിച്ച് ഞാൻ ഓടിക്കളയുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ഒന്ന് എടുത്ത് കളയോ എന്ന് പറയാനുള്ളൊരു സമാധാനത്തിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ പൂവുണ്ടോ ഇല്ലേന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു ചെന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തലേന്ന് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൂടെ വെച്ചിട്ട് നല്ലൊരു കുട്ടി പൂക്കളം ഉണ്ടാക്കി. ഇതേ സമയം അടുക്കളയിൽ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കുകയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അപ്പോൾ ഞങ്ങൾ കളം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കെന്നാൽ കോറോത്ത് പോയിട്ട് സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കോറോത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാറുള്ളത് വയനാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ പണി തുടങ്ങുകയാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാലും ഒരു സദ്യ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും വയനാട്ടിൽ പൊതുവെ അങ്ങനെ നമ്മുടെ വീട്ടിലാരും അധികം അങ്ങനെ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരല്ല. എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം ചിക്കനും ബീഫൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫിൻ്റെ കാര്യം ആണുങ്ങളാണ് നോക്കുന്നത്, ഞങ്ങൾ സ്ത്രീജനങ്ങളാണ് സദ്യയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും ചായയൊക്കെ കുടിച്ചൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കണ്ണന്റെ ഡാൻസ് എന്നിട്ട് തിരുവാതിര ഓണത്തിരുവാതിര കണ്ണനെ കൊന്നു ഉച്ചനെ ഇങ്ങനെ എടുക്കുക. ഈ തോല് കൂട്ടി ഇതിനെ കിട്ടൂല്ലോ, അങ്ങനെ എടുക്കണമെന്നാണ്. അപ്പൊ നിങ്ങൾ ചുരുളും പാലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കാലോ മാരിലൊക്കെ അമ്മായി കണ്ണൻ ഡാൻസ് വരുവേ. എല്ലേ മാന്ത് നല്ലോലെ മുറക്ക അന്നേരം വേന എടുക്കും. അയ്യോ ഇതിനെ കൊല്ലുവല്ല, നിന്നെ കൊല്ലുവല്ല, ഇവനെ കൊല്ലുവല്ല. അപ്പൊ നമ്മ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും അവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ വേറൊരു കറുത്ത പട്ടിക്കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അതിന് ഇത്തവണ ചെന്നപ്പോൾ കാണാനില്ല. പകരം ഒരു 4 പട്ടിക്കുട്ടികൾ വേറെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പൂച്ച നമ്മുടെ പൂച്ചയല്ല, വേറെ ഏതോ ഒരു വീട്ടിലെ പൂച്ചയാണ്. അത് പക്ഷെ നമ്മുടെ വീട്ടിലാണ് വരവ്, കിടപ്പ്, ഇരിപ്പ്, തീറ്റ. അപ്പുറത്തെ വീട്ടിലെ കോഴിയാണെങ്കിൽ മുട്ടയിടാൻ നമ്മുടെ വീട്ടിൽ വരുന്നു പറഞ്ഞ പോലത്തെ കഥയാണത്. അപ്പോൾ ദേ അമ്മ അവിയലിന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയണാണ്. ഞാൻ പായസത്തിനുള്ള പാല് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് തോരൻ ഉണ്ടാക്കി. അമ്മായി ഇതേ പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. അതേസമയം അച്ചാച്ചനും നിബിഞ്ചാനും കൂടി അവിടെ നിന്ന് ബീഫ് നുറുക്കുന്നുണ്ട്, നാളെ കറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിക്കൊന്നും മഴ തൂവിപ്പോയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ചേട്ടന്മാരാണ്, ഹിന്ദുക്കളായിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഓണത്തിന് വയനാട്ടിൽ ഇങ്ങനെ ഹിന്ദുക്കളായിട്ടുള്ള ചേട്ടന്മാർ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ, ക്രിസ്ത്യൻസിൻ്റെ, മുസ്ലിംസിൻ്റെ ഒക്കെ എല്ലാ മതത്തിലുള്ളവരുടെയും വീട്ടിൽ ചെന്നിട്ട് ഓരോ വീടും കയറി ഇറങ്ങി ഓണാശംസകൾ അറിയിക്കാറുണ്ട്. ഒരു സന്തോഷത്തിൻ്റെ ഇതായിട്ട് സാധാരണ പായസമൊക്കെ കൊടുക്കാറുണ്ടെന്നാണ് നിബിൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇത്തവണ വയനാട്ടിൽ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല.
അപ്പോൾ അവരൊക്കെ ജസ്റ്റ് വീട്ടിൽ വന്ന് ഒന്ന് നമ്മൾ വിഷ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വയനാട്ടിൽ മാത്രമുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഓണത്തിന് വയനാട് പോയി നിൽക്കുന്നതും, അതുകൊണ്ട് എനിക്കിതിന് മുൻപുള്ള എക്സ്പീരിയൻസ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പയ്യെ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് കൊക്കോയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചു. പിന്നെ ചക്ക വൈകിട്ടത്തേക്ക് പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് ചെറിയ ചക്കയും വിച്ചായം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എന്താ ചേച്ചാ കഴിക്കലാണ് ഫ്രഷ് മുളക്. അങ്ങനെ അടുക്കളയിൽ വളരെ തകൃതിയായിട്ട് നമ്മുടെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അപ്പൂന് ചെറിയ പനിയുണ്ട്. അപ്പോൾ ഡോളോയൊക്കെ കൊടുത്ത് കിടത്തിയേക്കാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. എനിക്ക് ചെറിയ രീതിക്ക് കോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ വിക്സ് ഹോൾഡറൊക്കെ വലിച്ച് വിക്സൊക്കെ തൂത്തൊക്കെ നടക്കണേണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. പപ്പടം വറുത്ത് അപ്പം നമ്മളിതേ സദ്യക്ക് ഇരിക്കാൻ പോവാണ്. ഏകദേശം ഒരു 1:30 നമ്മുടെ സദ്യക്കുള്ളെല്ലാം റെഡി ആയിട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്ന് ആറിയിട്ട് കഴിക്കാം, ഒന്ന് ഇരുന്നിട്ട് കഴിക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ കുറച്ച് നേരം കൂടെ മുറ്റത്തൊക്കെ പോയി ഇരുന്ന്. അപ്പം ഞാൻ രണ്ടാൾക്കും കോടി കൊണ്ടുവന്ന് കൊടുത്തു. അമ്മായിക്കും അച്ചാച്ചനും നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഓണക്കോടി കൊണ്ടുവന്ന് കൊടുത്തു. പൈസ കളിക്കുന്നത് ഞാൻ ഇവനോട് വിളിച്ച് പറഞ്ഞു അത് ഫോട്ടോയിൽ കിട്ടും. ആദ്യമായിട്ടാണ് ചേച്ചിന് പോർക്കരാ ശുനക അറിയുന്നല്ലോ ഇവിടെ നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങളതേ നേരെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ സാമ്പാർ, പച്ചടി, കൂട്ടുകറി, ക്യാബേജ് തോരൻ, അവിയൽ, ഇങ്ങനെ അച്ചാറ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് നേരം കൊണ്ട് നമ്മൾ അത്യാവശ്യം ഒപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ ഒപ്പിച്ച് പാലട പ്രഥമനും വെച്ചിട്ട് ഇതാ നമ്മുടെ ഇത്തവണത്തെ കുട്ടി ഓണം നമ്മൾ വയനാട് കൂടിയേക്കാണ്. എല്ലാ തവണ വെക്കേഷനും ക്രിസ്മസിനും ഈസ്റ്ററിനാണ് നമ്മൾ നാട്ടിലേക്ക് വരാറുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഓണം കൂടാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്ത് അവിടെ പോയി ഓണം കൂടിയപ്പോഴത്തേക്കും. സദ്യ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. എനിക്ക് മറ്റേ എന്ത് കറിയാണ് പച്ചക്കറി ഇരിക്കുന്നത്? പച്ചടി വെച്ച് ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമല്ല. പായസം നൈസ്, സൂപ്പർ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പട്ടിക്കുട്ടികൾക്കൊക്കെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവരോടെ കളിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂന് കുറച്ച് പനിയുടെ ലക്ഷണങ്ങളൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ കയ്യിലുള്ള പാരസെറ്റാമോൾ കൊണ്ട് ട്രീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തണുപ്പും കൂടി വരികയാണ് രാത്രി ആകുമ്പോഴത്തേക്കും. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ അപ്പൂനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ മരുന്നും തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും കഥ മാറിപ്പോയി ഗൈസ്. അവനോടൊരു മരുന്നും കഴിച്ചാൽ മതി, എന്നോട് കയറി കിടന്നോ ഡ്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡ്രിപ്പ് ഇട്ട് അവന് മരുന്നും കൊടുത്ത് പറഞ്ഞു വിട്ട് എന്നിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് വൻ പ്ലാനായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഏതൊക്കെയോ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കൊക്കെ പോയി. അച്ചാച്ചൻ ആരെയൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് മടിയായിരുന്നു. ഇതെന്താ അച്ചാച്ചാ? ഉണ്ണിയപ്പോ
അങ്ങനെ വീട്ടിൽ ചെന്നിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പിന്നെ മടിയായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ രാത്രി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അമ്മ ഇതേ ചക്ക പുഴുങ്ങാനുള്ള പ്ലാനാണ്. വരുന്നുണ്ട് വെള്ളം. 2024 ലാസ്റ്റ് ചക്ക ആകാംക്ഷയോടെ അമ്മായി പൊളിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൊതിയോടെ വീക്ഷിച്ചു. ഈ ചക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ചുവപ്പ് നിറമാണ്. അടിപൊളിയാണ്. വേവിച്ച വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ തണുപ്പൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ പുറത്തിറങ്ങി തീയൊക്കെ ഇട്ടു. അതിൻ്റെ ചുറ്റൂരുന്നു എല്ലാവരും കൂടെ. പിന്നെ ഞങ്ങൾ കുറച്ച് പായസം ഉച്ചയ്ക്കുണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പം രാത്രി ആയപ്പോഴത്തേക്കും പയ്യെ പനിയൊക്കെ തുടങ്ങിയായിരുന്നു. എങ്ങനെയുണ്ടായി പായസം? അപ്പം ഞങ്ങളുടെ കുട്ടി ഓണം ദേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുഞ്ഞി ഭാഗം പനി കൊണ്ടുപോയെങ്കിലും പറ്റുന്ന വിധത്തിലൊന്ന് ആഘോഷിക്കാൻ പറ്റിയായിരുന്നു. സോ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.